ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL-ൽ നടന്ന ഈസ്റ്റ് ബംഗാളും FC ഗോവയും തമ്മിലുള്ള മത്സരത്തിൽ വിജയിക്കാൻ ഗോവക്ക് കഴിഞ്ഞിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു ഗോവ ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയിരുന്നത്. ഈ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഗോവയുടെ സൂപ്പർ താരമായ അർമാൻഡോ സാദിഖുവിന് ഒരു റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. അതായത് ഈസ്റ്റ് ബംഗാളിന്റെ താരമായ ഹിജാസി മെഹറിനെ അദ്ദേഹം ഇങ്ങനെ പിടിച്ചു വീഴ്ത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞിരുന്നത്. അതേ തുടർന്ന് റഫറി ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡാണ് സാദിഖുവിന് നൽകിയിരുന്നത്. അത് ഒരു റെഡ് കാർഡ് അർഹിച്ചിരുന്നുവോ എന്ന കാര്യത്തിൽ അന്ന് തന്നെ സംശയങ്ങൾ ഉയർന്നിരുന്നു. അതേ തുടർന്ന് FC ഗോവ അപ്പീൽ നൽകുകയും ചെയ്തിരുന്നു. ആ അപ്പീലിലെ വിധി ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. റഫറിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ ഈ ഒരു അച്ചടക്ക കമ്മിറ്റി കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റെഡ് കാർഡ് പിൻവലിച്ചിട്ടുണ്ട്. പകരം അതൊരു യെല്ലോ കാർഡാക്കി മാറ്റിയിട്ടുണ്ട്. അക്കാര്യത്തിലുള്ള പ്രഖ്യാപനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. റഫറിക്ക് ഒരു വലിയ തെറ്റുപറ്റി എന്നുള്ള കാര്യം ഇവരുടെ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തെറ്റായിക്കൊണ്ടാണ് ഈ ഒരു താരത്തെ പുറത്താക്കിയത് എന്നും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാദിഖുവിന് ഇപ്പോൾ അടുത്ത മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. ഗോവയുടെ ഈ ഒരു അപ്പീൽ ഫലം കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായല്ല ഇത്തരത്തിൽ സംഭവിക്കുന്നത്. നേരത്തെ ഐബൻ ഒരു സ്ട്രൈറ്റ് റെഡ് കാർഡ് കണ്ടിരുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു അപ്പീൽ നൽകി. അതിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിക്കൊണ്ടായിരുന്നു വിധി വന്നിരുന്നത്. അന്ന് റെഡ് കാർഡ് പിൻവലിച്ചിരുന്നു. റഫറിമാർക്ക് തുടർച്ചയായി തെറ്റുപറ്റുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.